മഴതോരും മുംബൈ സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡ്, അതായത് 5/1/2026 എപ്പിസോഡാണ്. ബാലചന്ദ്രൻ പോലീസിനോട് പറയുന്നുണ്ട്, സാറേ എൻ്റെ പരാതി പിൻവലിച്ചു, കേസും വഴക്കും ഒന്നും വേണ്ട, സാർ ചെയ്തു തന്ന സഹായത്തിന് നന്ദി. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, ശരി കഴിഞ്ഞല്ലോ, ഇനി എല്ലാവർക്കും പോകാം, ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ, വാ മോളെ, കാറിൽ കയറ്റുന്നു അലീനയും മോളെയും. അവരെയൊക്കെ ഒന്ന് വീക്ഷിച്ചുകൊണ്ട് അവരുടെ അടുത്ത് പോയി പറയുന്നുണ്ട്, കടപ്പാട്ടൂർ വന്നിട്ടേ പോകാവൂ, ഞാനും വൈജയും തമ്മിലുള്ള കേസ് വേറെയാ എന്ന് പറഞ്ഞ് കാറിൽ കയറിയിരിക്കുന്നു. അതിനുശേഷം മനുവിനെ ബാലചന്ദ്രൻ വിളിക്കുന്നു. മനു, അലീനയെ കിട്ടിയടാ, എവിടെയായിരുന്നു അങ്കിളെ? ഞാൻ പറഞ്ഞ സ്ഥലത്ത് തന്നെ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്തോന്ന് കുഴപ്പം, അവൾ പുലിയല്ലേ, കൊണ്ടുവന്ന് അടച്ചിട്ട റൂമിൽ അവൾ കുറ്റിയിട്ട് ആണി അടിച്ചിട്ടിരുന്നു. പോലീസിന് പോലും വന്നിട്ട് തുറക്കാൻ വിഷമിച്ചു. ഇപ്പോൾ എവിടെയാ അങ്കിളെ? പോലീസ് സ്റ്റേഷനിലാണോ? പോലീസ് സ്റ്റേഷനിൽ അവരെയും കൂട്ടി ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ കൂടെ അലീനയും കൃഷ്ണമോളുമുണ്ട്. എടാ നീ എവിടെയാണ്? സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അങ്കിളെ, ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഗോവർദ്ധൻ ഭാര്യയെ വിളിക്കുന്നു. അലീനയെ കണ്ടുപിടിച്ചടേ. പോലീസ് പോയി പൊക്കി, കൊല്ലപ്പള്ളിക്കാരാണ് ആള്. ഓ, കൊല്ലപ്പള്ളിക്കാരാണോ? അവരെ അറസ്റ്റ് ചെയ്തോ? അറസ്റ്റൊന്നും ചെയ്യുന്നില്ല. അലീന പറഞ്ഞു കേസെടുക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈജയന്തിയോട് ഗോവർദ്ധൻ്റെ ഭാര്യ പറയുന്നു, അലീനയെ കിട്ടി കേട്ടോ ചേച്ചി, കൊല്ലപ്പള്ളിക്കാരാണ് അലീനയെ ഒളിച്ചു കൊണ്ടുപോയി പോയത്. സമ്മതിക്കണം അവരെ, എങ്ങനെ ചെയ്യാൻ തോന്നി? ആൾക്കാരെന്നെ എന്ത് നാണക്കേടാ, അവർക്ക് അവരുടെ കാര്യം നോക്കി നിന്നാൽ പോരെ, എന്തിനാ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത്? അത് കേട്ടതോടെ വൈജയന്തിയുടെ നോട്ടം വല്ലാതെയായി. അടുത്ത് കാണിക്കുന്നത് ബാലചന്ദ്രൻ്റെ വീട്ടിലാണ്. അലീനയോട് പറഞ്ഞ്, ആകെ വേർത്ത് കുളിച്ച് നാശമായിരിക്കുക, പോയി കുളിച്ചു വാ. കൃഷ്ണമ്മളോട് പറയുന്നുണ്ട്, ചേച്ചിയെ കൂടെ തന്നെ നിർത്തണം കേട്ടോ, ഞാൻ മറ്റവന്മാരെ കൈകാര്യം ചെയ്തിട്ട് വരാം. ഗംഗാധരൻ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, ബാലചന്ദ്ര, ചില തെറ്റിദ്ധാരണകൾ കൊണ്ട് ഇത്രയും സംഭവങ്ങളുണ്ടായി. ബാലചന്ദ്രൻ്റെ ഭാഗത്തു നിന്നും ചില വീഴ്ചകളും സംഭവിച്ചു. ബാലചന്ദ്രൻ നീട്ടി പറയുന്നുണ്ട്, എന്ത് വീഴ്ചകളെ സംഭവിച്ചു? വൈജയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞു, അതാണോ? ബാലചന്ദ്രനെ കുറ്റപ്പെടുത്താൻ അർഹതയില്ല ആർക്കും. അപ്പോൾ ശിവൻ പറയുന്നുണ്ട്, നീ ചെയ്തതും ശരിയായില്ല ബാലചന്ദ്ര, നീ സഹിക്കുകയും ക്ഷമിക്കുകയും പറയുന്ന നീ അങ്ങനെ ചെയ്തില്ല. പകരം നീ വൈജയെ പ്രതികാരം ചെയ്യാനാണ് നീ ശ്രമിച്ചത്. നീ ചോദിക്കാൻ പറഞ്ഞതല്ല, നിൻ്റെ ഹാർട്ട് അറ്റാക്ക് ഹോസ്പിറ്റലിൽ കയറിയപ്പോഴേ വൈജയെ നീ തീരെ ഒഴിവാക്കി, അവളെ ഇഗ്നോർ ചെയ്തു, ഹ്യൂമിലേറ്റ് ചെയ്തു. അപ്പോൾ ബാലചന്ദ്രൻ ശിവനോട് പറയുന്നുണ്ട്, തൻ്റെ പെങ്ങളുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുന്നേ അവൾ ഏതോ ഒരുത്തനിൽ നിന്ന് ഗർഭം ധരിച്ച് കുഞ്ഞിനെ പ്രസവിച്ച് ഉപേക്ഷിച്ചിട്ട് അതറിഞ്ഞ് ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? പൂവിട്ട് പൂജിക്കണമായിരുന്നോ? തൊളിയിട്ട് എഴുന്നള്ളിക്കണമായിരുന്നോ? ഏറ്റവും മാന്യമായിട്ട് അന്തസ്സായിട്ട് ഞാൻ അവളോട് പെരുമാറിയത്. എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നവരോട് ഞാൻ നല്ലത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. രാജീവൻ, ഇതറിഞ്ഞ പാടെ നിങ്ങൾ ബന്ധം പിരിയണമായിരുന്നു. അപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു, ഇനിയും ചെയ്യാൻ സമയമുണ്ടല്ലോ. എൻ്റെ ബന്ധുക്കളെയും കൂടി ഒരു യോഗം തന്നെ നടത്തി എന്തുകൊണ്ട് പിരിയുന്നു എന്ന് പറയാൻ ജീവിച്ചിരിക്കുന്ന തെളിവുണ്ടല്ലോ എൻ്റെ കയ്യിൽ, ആരെയും കാണിച്ചു കൊടുക്കാം. എന്നിട്ട് ബാലചന്ദ്രൻ രാജീവനോട് പറഞ്ഞു, തനിക്ക് നാണമില്ലേടോ തനിക്ക് നാണമില്ലേടോ തൻ്റെ ഭാര്യയ്ക്ക് ഇതുപോലെ കല്യാണത്തിന് മുന്നേ ഒന്നും ഉണ്ടെങ്കിൽ താൻ എന്ത് ചെയ്യുമായിരുന്നു? തൻ്റെ ഭാര്യയ്ക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ രാജീവൻ പറഞ്ഞു, അനാവശ്യം പറയരുത്. എന്താ അനാവശ്യം? തനിക്ക് ഇങ്ങനെ ഇതുപോലെ ഉണ്ടെങ്കിൽ താൻ എന്ത് ചെയ്യും? എനിക്ക് എൻ്റെ ഭാര്യ ഭയങ്കര വിശ്വാസമാണ്, അതുപോലെ തന്നെയായിരുന്നു എനിക്ക് വിശ്വാസം. ആ വിശ്വാസം നഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയിപ്പോയത്.